കാണിച്ചു എന്നാണ്. അപ്പൊ ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനാണോ? ഇതൊരു വലിയ രാഷ്ട്രീയമായ തെറ്റായ പരാമർശമാണ്. ഇങ്ങനത്തെ പരാമർശങ്ങളുമായിട്ടാണ് നാളെ മുതൽ ഇറങ്ങാൻ പോകുന്നതെങ്കിൽ 4-5 മാസം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ട്. ഇതിനേക്കാൾ വലിയ ആഘാതമായിരിക്കും. ടി.വി. രാമകൃഷ്ണൻ പറഞ്ഞതാണ് ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഈ നിലയ്ക്കാണ് പരിഗണിക്കുന്നതെങ്കിൽ നന്നായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 9 മിനിറ്റുകൾക്ക് പോകുന്നുണ്ട്. ജനം പ്രബുദ്ധരാണ്. എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ തന്നെ കേൾക്കും. എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യും. ലാസ്റ്റത്തെ സെന്റൻസ് വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. ഇതിപ്പോ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ വിജയമാണല്ലോ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തിരുവാണിയൂർ പഞ്ചായത്ത് ഒന്നുകൂടി വായിക്കാന്ന് ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് ഇമാതിരി ഡയലോഗ് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിർത്തിയത്, പ്രശ്നത്തിൽ നിർത്തിയ ഒരാളുടെ ഈ സമയത്തെ കമന്റ് ആണ്. തിരുവാണിയൂർ പഞ്ചായത്ത് 2020 തിരിച്ചു വിളിച്ചു 9 അല്ലെ 2020 9 സീറ്റുകൾ, UDF 4, LDF 4, NCP 1 എന്നാണ്. വർഷങ്ങളായി LDF ഭരിച്ച പഞ്ചായത്താണ് എന്നതാണ് ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തിരുവാണിയൂർ കയ്യിലുള്ള 2 പഞ്ചായത്ത് പോയപ്പോൾ ഒരു പഞ്ചായത്ത് പിടിച്ചു. ഇനി വയനാട്ടിലെ ജില്ലാ പഞ്ചായത്തിലെ റിസൾട്ട് കൂടി ഒന്ന് നോക്കാൻ തോന്നുന്നു. KC വേണുഗോപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KC വേണുഗോപാൽ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അങ്ങ് നേരത്തെ പാർട്ടി പ്രവർത്തകരെ ആകെ അഭിനന്ദിക്കുന്നതായിരുന്നു. അച്ചടക്കത്തോടു കൂടിയുള്ള ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഈ വമ്പൻ വിജയത്തിന് കാരണമെന്ന് അങ്ങയുടെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിജയത്തിന്റെ മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള